എമ്പുരാൻ വിഷയത്തിൽ നിലപാട് പറയാതെ നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി. എമ്പുരാൻ സിനിമയെക്കുറിച്ചുള്ള ചോദ്യത്തിന് നല്ല കാര്യങ്ങൾ സംസാരിക്കൂ എന്നാണ് സുരേഷ് ഗോപിയുടെ മറുപടി. തൃശ്ശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് സുരേഷ് ഗോപി ഇങ്ങനെ പറഞ്ഞത്. അതേസമയം എമ്പുരാൻ സിനിമ കണ്ടിട്ടില്ലെന്നും സിനിമ കാണുമെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. സിനിമ സിനിമയാണ് എന്നാണ് MD രമേശ് പറഞ്ഞത്. സംസ്ഥാന അധ്യക്ഷനും അതാണ് പറഞ്ഞത്. താനും സിനിമ കാണുമെന്ന് ജോർജ് കുര്യൻ പറഞ്ഞു. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ മോഹൻലാൽ വില്ലനായാണ് വന്നത്. നെഗറ്റീവിൽ നിന്നാണ് തുടങ്ങിയത്. ഇത്രയും ഉയരത്തിൽ എത്തിയത് അതിനു ശേഷമാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ ഉയരത്തിൽ എത്തിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ നെഗറ്റീവ്. BJP സൂപ്പർ താരത്തെപ്പോലെ ഉദിച്ചുയരും. എല്ലാ വീടുകളിലും BJPയെപ്പറ്റി ചർച്ച ചെയ്യണം. എമ്പുരാൻ കാണുന്നവരെല്ലാം BJPയെക്കുറിച്ച് ചർച്ച ചെയ്യും എന്നാണ് ജോർജ് കുര്യൻ വിശദീകരിച്ചത്. എന്നാൽ മോഹൻലാലിനും പൃഥ്വിരാജിനുമെതിരെ വിമർശനവുമായി RSS മുഖപത്രമായ ഓർഗനൈസർ രംഗത്തെത്തി. എമ്പുരാൻ രാഷ്ട്രീയ അജണ്ടയുള്ള സിനിമയാണെന്നും പൃഥ്വിരാജ് ഹിന്ദു വിരുദ്ധ നിലപാടിന് സിനിമ ഉപയോഗിച്ചുവെന്നും മുഖപത്രത്തിലെ ലേഖനത്തിൽ പറയുന്നു. മോഹൻലാൽ സ്വന്തം ആരാധകരെ വഞ്ചിച്ചുവെന്നും ലേഖനത്തിലുണ്ട്. സിനിമയോട് കേരളത്തിലെ BJP നിലപാട് മയപ്പെടുത്തുമ്പോഴാണ് രൂക്ഷ വിമർശനവുമായി RSS രംഗത്തെത്തിയത്. അതിനിടെ ചിത്രത്തിന്റെ സെൻസർ വിവരങ്ങൾ പുറത്തുവന്നു. സിനിമയ്ക്ക് സെൻസർ ബോർഡ് നൽകിയത് 2 കട്ടുകൾ ആണെന്ന് പുറത്തുവന്ന രേഖകളിലുണ്ട്. സ്ത്രീകൾക്കെതിരായ അക്രമദൃശ്യത്തിന്റെ ദൈർഘ്യം കുറച്ചു. ദേശീയ പതാകയെക്കുറിച്ചുള്ള പരാമർശത്തിനും കട്ട് നൽകി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.